അസ്സലാമു അലൈക്കും. വളരെ കനപ്പെട്ട 2 പ്രസംഗങ്ങൾക്ക് ശേഷം ഇവിടെ വന്നതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു കേൾവിക്കാരി എന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്പീക്കർ എന്ന സ്ഥലത്തിലേക്കുള്ള എൻ്റെ തന്നെ ഒരു വളർച്ചയുടെ ഒരു നാഴികക്കല്ലായി ഞാൻ ഈ പരിപാടിയെ മനസ്സിലാക്കിക്കൊണ്ട്, അതേപോലെ തന്നെ KKB, ഭഗവതി സാർ, അരുണേട്ടൻ, സാദിഖ് സാഹിബ്, ഇങ്ങനെയുള്ള എണ്ണത്തിൽ കുറവാണെങ്കിലും പക്ഷെ കനപ്പെട്ട ഒരു സദസ്സിൽ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു പേടി ഇല്ലാതില്ല. ഓക്കെ, അപ്പം ഏതൊരു ടെക്സ്റ്റ് ബുക്കിനെ സമീപിക്കുമ്പോഴും ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദർ ഈസ് എൻ ഇംപ്ലൈഡ് റീഡർ ഫോർ എവരി ടെക്സ്റ്റ്. അതായത് ഒരു ടെക്സ്റ്റ് ബുക്കിനെ നമുക്ക് പല രീതിയിൽ പല കോണ്ടെക്സ്റ്റുകളിൽ നിന്നും കാണുകയും എല്ലാ ടെക്സ്റ്റുകളും ഒരു ഇംപ്ലൈഡ് റീഡറിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ റീഡറിൻ്റെ ലെൻസിൽ കൂടെയാണ് ആ ടെക്സ്റ്റ് ബുക്ക് പിന്നെ വായിക്കപ്പെടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും ഞാൻ എൻ്റെ തന്നെയുള്ള ഒരു റിസർച്ച് കൂടെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിനെ ഞാൻ വായിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് പാരലായിട്ട് ഓർമ്മയിൽ വന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഞാൻ എപ്പോഴോ വായിച്ചിട്ടുള്ള പെഡഗോജി ഓഫ് ദ ഓപ്രസ്ഡ്. ഒരു പക്ഷേ ഞാൻ KKBക്ക് പൗലോ ഫെയറിനോട് എന്തോ ക്രിറ്റിസിസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ എൻ്റെ അലിക്കനോട് ചോദിച്ചു KKBക്ക് പൗലോ ഫെയറുമായിട്ട് എന്തോ ക്രിറ്റിസിസം ഉണ്ടാവും എന്താ വെച്ചാൽ എനിക്കിതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കേൾക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ എനിക്ക് ആ പെഡഗോജി ഓഫ് ദ ഓപ്രസ്ഡ് എന്നൊരു ടെക്സ്റ്റ് ബുക്കാണ് ആക്ച്വലി ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതിൽ പൗലോ ഫെയർ പറയുന്ന എനിക്കിഷ്ടപ്പെട്ട ഒരു ഡയലോഗുണ്ട്. മാനവികവും വിമോചകവുമായ ബോധനശാസ്ത്രം എന്ന നിലയിൽ മർദ്ദിതരുടെ ബോധനശാസ്ത്രത്തിലെ 2 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ മർദ്ദിതർ മർദ്ദന ലോകത്തെ അനാവരണം ചെയ്യുന്നു. പ്രവർത്തന പ്രതികരണ പ്രയോഗത്തിലൂടെ അതിനെ രൂപാന്തരപ്പെടുത്തുന്നതിനു പ്രതിബദ്ധരാവുകയും ചെയ്യുന്നു. മർദ്ദന യാഥാർത്ഥ്യം നാമാവശേഷമാകുന്ന 2ാമത്തെ ഘട്ടത്തിൽ ഈ ബോധനശാസ്ത്രം മർദ്ദിതരുടേതു മാത്രമല്ലാതിരിക്കുകയും സ്ഥായിയായ ഒരു വിമോചന പ്രക്രിയയിൽ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും ബോധനശാസ്ത്രമായി തീരുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ടെക്സ്റ്റ് വായിച്ചപ്പോൾ KKBയുടെ ഈ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഒരു മർദ്ദിതർ എന്ന ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ KKB സമീപിക്കുന്നത്. അതേ സമയത്ത് ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, എല്ലാവർക്കും ഫിറ്റാവുന്ന രീതിയിലുള്ള ഒരു ബോധനശാസ്ത്രം ആക്ച്വലി ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിൽഡ്രൻസ് മാഗസിൻ്റെ അകത്ത് വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ അതേ ഫ്രെയിംവർക്ക് എൻ്റെ ചിൽഡ്രൻസ് മാഗസിൻ്റെ അകത്ത് നിന്ന് നോക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്ന ഭാരതം ഇന്ത്യ എന്നൊരു കോൺട്രവേഴ്ഷ്യൽ 2 പൊസിഷൻസിനെ പറ്റി പറയുമ്പം സത്യത്തിൽ 1970കളിൽ ഇവിടെ ഇറക്കപ്പെട്ട എല്ലാ ചിൽഡ്രൻസ് മാഗസിൻ്റെ അകത്തും നമുക്ക് ഇതേ കൺഫ്യൂഷൻസ് കാണാം. ഇന്ത്യയാണോ ഭാരതമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ വളരെ പ്രോഗ്രസീവ് എന്ന് വിശ്വസിക്കപ്പെടുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുറേക്ക എന്ന മാഗസിൻ്റെ അകത്ത് പലപ്പോഴും ഭാരതം എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരുന്നത് കാണാം. അതായത് ഈ യുറേക്ക വരുന്നത് തന്നെ റാഷണലൈസേഷനും നമ്മൾ കുട്ടികൾക്ക് ഇല്ലോജിക്കലായിട്ടുള്ള ഓഹ്രിൻ കുട്ടിച്ചാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചൈൽഡ്ഹുഡിന് ബദലായിട്ട് ആൾട്ടർനേറ്റീവായിട്ട് ഒരു സയൻറ്റിഫിക് ചൈൽഡ്ഹുഡ് ആവശ്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് യുറേക്ക വരുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു റാഷണലൈസേഷൻ്റെയും ഒരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെയും ഉദ്ദേശത്തോടു കൂടി വരുന്ന യുറേക്കയിലും നമുക്ക് ഈ കൺഫ്യൂഷൻസ് കാണാം. ഒരു ഉദാഹരണത്തിന് 1974 എഴുതിയ യുറേക്കയിൽ ഇങ്ങനെ കാണാം. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു ഈ 3 ത്രിമൂർത്തികളാണ് ഭാരതത്തിലുള്ളത്.
ഇതേപോലെ ആകാശത്തിലും 3 ത്രിമൂർത്തികളുണ്ട്. ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ എന്ന് പറയുന്ന 3 ത്രിമൂർത്തികളെ പറ്റിയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അതായത് ഒരേ സമയത്ത് മിത്തും റാഷണാലിറ്റിയും ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു പല രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് യുറേക്കയിൽ കാണാം. ഇത് 1974 എഴുതിയ യുറേക്കയാണ്. അതേസമയത്ത് യുറേക്ക ക്രിറ്റിസിസം ചെയ്യുന്ന ബാലരമയിലും നമുക്കിത് കാണാം. അപ്പോൾ ബാലരമയിൽ എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് 76 ബാലരമയിൽ, ഭാരതം ഒരു റിപ്പബ്ലിക്കായി തീർന്നിട്ട് ഇന്നേക്ക് 25 വർഷം പിന്നിടുന്നു. സ്വതന്ത്ര ഭാരതം ഇതിനകം അഭിവൃദ്ധിയുടെ പല പടവുകൾ ചവിട്ടിക്കയറി. ഭൗതികമാകുന്ന ദൈവത്തെ പൂജിക്കുന്ന പാശ്ചാത്യരുടെ സംസ്കാര സംരംഭത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന ആധുനിക തലമുറ ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യം കളഞ്ഞു കുളിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യം എന്താണ് എന്ന് അടുത്ത് പറയുന്നത് അടുത്ത മാഗസിനായ പൂമ്പാറ്റയാണ്. ഇതൊക്കെ KKB പറഞ്ഞു പോകുന്ന KKBയുടെ ഓരോ അധ്യായത്തിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. രാമൻ പശു എന്ന ഒരു ഡൈക്കോട്ടമി സത്യത്തിൽ ഈ മാഗസിൻസിൻ്റെ അകത്തും വരുന്നുണ്ട്. ഇപ്പം 1970കളിലും 80കളിലും എഴുതിപ്പെട്ട പൂമ്പാറ്റയിലെ ഒരു കോളത്തിന്റെ പേര് തന്നെ മഹാനായ ഭാരതീയർ എന്നാണ്. ഈ മഹാനായ ഭാരതീയരിൽ ഇവർ പറയുന്നത് ഒരേ സമയത്ത് മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെയും ലീഡേഴ്സിനെയും, ഒരു ഉദാഹരണത്തിന് ഒരു അധ്യായത്തിൽ രാമനെ പറ്റി പറയാം, രണ്ടാമത്തെ അധ്യായത്തിൽ രാജാ രവിവർമ്മയെ പറ്റി പറയാം, മൂന്നാമത്തെ അധ്യായത്തിൽ പഴശ്ശിരാജയെ പറ്റി പറയാം, നാലാമത്തെ അധ്യായത്തിൽ നചികേതസിനെ പറ്റി പറയാം. ഇങ്ങനെ എന്താണ് മിത്ത്, എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ, തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത വിധത്തിൽ വായനക്കാരെ ഒരു പ്രത്യേകതരം ബ്രാഹ്മണിക സംസ്കാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം ഈ മാഗസിൻസ് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം ഈ കറണ്ട് സിനാരിയോ 2026 ഒരാൾക്ക് ഇതൊരു പ്രശ്നമാണോ എന്ന് തോന്നാത്ത തരത്തിലുള്ള ഒരു ബാല്യകാലം ഓൾറെഡി ഇവിടെ ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞു. 1970ലും 80കളിലും വായിച്ച ഈ കഥ ബുക്കുകൾ ഓൾറെഡി അവരെ ആ ഒരു ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ഒരു ഇതുമില്ല, ഒരു സാധ്യതയില്ല. എന്ന് വെച്ചാൽ അവരുടെ ചൈൽഡ്ഹുഡ് തന്നെ അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ചൈൽഡ്ഹുഡാണ്. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ അന്ന് ഒരുപാട് മാഗസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മലർവാടി ആയാലും കുരുന്നുകളായാലും ഇതിൻ്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരു കീഴാള മുസ്ലിം ചരിത്രം പറയുന്ന ഒരു മാഗസിൻസ്, ഒരു ഫോർ ചിൽഡ്രൻ, നമുക്ക് ഇനിയും ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നന്നായിരിക്കും. എന്താ വെച്ചാൽ ഞാൻ വിശ്വസിച്ച് പോരുന്നത് ചൈൽഡ്ഹുഡാണ് എല്ലാത്തിൻ്റെയും ഒരു ഫൗണ്ടേഷൻ എന്നാണ് ഒരു പരിധിവരെ ഞാൻ വിശ്വസിച്ച് പോരുന്നത്. അതായത് അവിടെ നിന്ന് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതേപോലെ എനിക്കിതിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യമാണ് ഈ ബുക്കിൻ്റെ ടൈറ്റിൽ. അപ്പോൾ പ്രത്യാശയുടെ തുടിപ്പുകൾ എന്ന് പറയുമ്പോൾ പിന്നെയും ഞാൻ തിരിച്ച് പൗലോ ഫെയറിലേക്ക് തന്നെ എത്തുകയാണ്. പൗലോ ഫെയർ പ്രത്യാശയെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്: പ്രത്യാശ ഇല്ലാതെ സംവാദത്തിന് നിലനിൽക്കാൻ കഴിയില്ല. പ്രത്യാശ വേരുറപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ അപൂർണതയിലാണ്. ഈ അപൂർണതയിൽ നിന്നാണ് മനുഷ്യൻ അനുസൃതമായ മറ്റുള്ള മനുഷ്യരുമായ ഇഴുകിച്ചേരലിലൂടെ മാത്രം നിറവേറ്റാവുന്ന ഒരു അന്വേഷണത്തിനായി ഇറങ്ങി പുറപ്പെടുന്നത്. ലോകത്തെ നിഷേധിക്കുകയും അതിൽ നിന്നും പലായനം ചെയ്യുകയും ചെയ്യുന്ന മൗനത്തിന്റെ ഒരു രൂപമാണ് നിരാശ. ഒരു അന്യായമായ വ്യവസ്ഥിതിയിൽ നിന്ന് ജനിക്കുന്ന അപമാനവീകരണം നൈരാശ്യത്തിനല്ല, മറിച്ച് അനീതിയാൽ നിഷേധിക്കപ്പെടുന്ന മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണത്തിലേക്ക് നയിക്കുന്ന പ്രത്യാശയ്ക്കാണ് കാരണമാവേണ്ടത്. എന്നിരുന്നാലും പ്രത്യാശ എന്നത് കയ്യും കെട്ടി കാത്തിരിക്കുന്നതിലല്ല അടങ്ങിയിരിക്കുന്നത്. അതായത് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓക്കെ വി ആർ ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യാശ വരില്ല എന്നാണ് പൗലോ ഫെയറും KKBയും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പം വളരെ കൺസ്ട്രക്റ്റീവായിട്ട് എങ്ങനെ പ്രത്യാശ ഉണ്ടാക്കാൻ കഴിയും എന്ന രീതിയിൽ നമുക്ക് ഈ പുസ്തകവും അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ബാല്യകാലം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും
എന്ന രീതിയിൽ ഞാനിത് അങ്ങനെ ഒരു സജഷൻ വെച്ചുകൊണ്ട് ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്.